നമുക്ക് കൊല്ലത്തേക്കാണ് അടുത്തതായി കടക്കേണ്ടത്. കൊല്ലം അഞ്ചലിൽ സഹകരണ ബാങ്ക് പ്രസിഡന്റിന് CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ മർദ്ദനം. ബാങ്ക് പ്രസിഡന്റ് ആയൂർ ബിജുവിനെയാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അമൽ വർഗീസിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചത്. ബാങ്കുമായി ബന്ധപ്പെട്ട ഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചതിലെ തർക്കമാണ് മർദ്ദനത്തിലേക്ക് എത്തിയത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുകയാണ്. ദിലീപ് ദേവസ്യ, ഇനിയിപ്പോൾ തെളിവ് എവിടെയെന്ന് ചോദിക്കേണ്ട, ദൃശ്യങ്ങൾ തന്നെ തെളിവുകളായുണ്ട്. ഇനി ഈ മർദ്ദനത്തിന്റെ പിന്നിലുള്ള കഥയെന്താ? സുജിയ, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ കൊല്ലം അഞ്ചൽ ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിലെ പ്രസിഡന്റായിരുന്ന ആയൂർ ബിജുവിനെ CPMൻ്റെ തന്നെ അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയായ അമൽ വർഗീസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം മർദ്ദിക്കാനെത്തിയത്. ഈ ബാങ്കിൽ റിക്കവറി ചെയ്തിരുന്ന മരം റിക്കവറിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു തർക്കവും അതുമേലുണ്ടായ ചില പ്രശ്നങ്ങളുമാണ് ഇന്ന് ഈ സംഘടനത്തിലേക്ക് എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ആയൂർ ബിജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ആയൂർ ബിജു അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഇവിടെ ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ഈ മരം മുറിച്ച സ്ഥലവുമായി ബന്ധപ്പെട്ട് അവിടെ CPMൻ്റെ കൊടി കെട്ടിയിരുന്നു. ആ കൊടി അടക്കം എടുത്തു മാറ്റിയതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഇങ്ങനെയൊരു മർദ്ദനമുണ്ടായത്. ഈ പരിക്കേറ്റ ബിജു കേരള കോൺഗ്രസ് B ഗ്രൂപ്പിൻ്റെ ആളാണ്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ M ഗ്രൂപ്പിൻ്റെ ആളാണ്. അങ്ങനെയാണ് അവിടെ ഒരു ചെറിയ വാക്കുതർക്കം അടക്കം വരികയും അത് പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്ത് സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സുജയ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഇനി തെളിവുകൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഈ ദൃശ്യങ്ങൾ മാത്രം മതി, മർദ്ദനം നടന്നു എന്നുള്ള കാര്യത്തിൽ അടക്കം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ CPMൻ്റെ മുതിർന്ന നേതാക്കളൊന്നും തന്നെ പ്രതികരിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് സുജയ ഇപ്പോൾ പറയാനുള്ളത്. ഓക്കെ, ഇക്കാര്യത്തിൽ ബാങ്ക് പ്രസിഡന്റിനെയാണ് മർദ്ദിച്ചിരിക്കുന്നത്. ഇതൊരു ചെറിയ കഥയുമല്ല. എന്തായാലും ഇക്കാര്യത്തിൽ കേസ് എങ്ങനെ പോകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. താങ്ക് യു ദിലീപ്.